അസ്സലാമു അലൈക്കും. ഇന്നൊരു സ്പെഷ്യൽ മന്തിയാണ്. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലോട്ട് 1 കിലോ ചിക്കൻ എടുത്തിട്ടുള്ളത്. അത് 6 പീസാക്കിയിട്ട് പട്ട, ഒരു 3 ഏലക്ക, 6 ഗ്രാമ്പു, 1 ടേബിൾ സ്പൂൺ പെപ്പർ, ഒരു ഡ്രൈ ലെമൺ, 2 പച്ചമുളക് കീറിയത്, പച്ചമുളക് കൂടുതൽ വേണമെങ്കിൽ എടുക്കട്ടോ, 3 ചിക്കൻ ക്യൂബ് പൊടിച്ചത്, അതേപോലെ തന്നെ ക്യാപ്സിക്കോ ഒരു മീഡിയം സൈസിലുള്ളത്, വലുതാണെങ്കിൽ 1/4 ഭാഗം മതി. മീഡിയം സൈസിലുള്ളത് ചെറുതായിട്ട് കട്ടാക്കിയത്. അതിന് ശേഷം ഒരു 1/2 ടീസ്പൂണ് പച്ചമല്ലി ഇട്ട് കൊടുക്കുക. മീഡിയം സൈസിലുള്ള സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. മല്ലിച്ചപ്പ്, പുതിന കുനുകുന അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ശേഷം 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂണ് നല്ല ജീരകവും പെരിഞ്ജീരകവും പൊടിച്ചത് അതും ഇട്ട് കൊടുക്കുക. അതിന് ശേഷം 1 കിലോന് ചിക്കനിലേക്ക് ഞാൻ 1/2 ഗ്ലാസ് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തതിൻ്റെ ശേഷം കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ ബിരിയാണിയിലേക്ക് ഉള്ള എല്ലാ ചേരുവകളും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം തക്കാളി ഒഴികെ എല്ലാതും മന്തിയിലേക്ക് ഇട്ട് കൊടുക്കാറുണ്ട്. ഇതേപോലെ ഒന്ന് മന്തി വെച്ച് നോക്കട്ടോ, നല്ല ടേസ്റ്റാണ്. 1 കിലോനിലേക്ക് 1/2 ഗ്ലാസ് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാഗ്നേഷൻ ചെയ്തത് എടുത്തു വെക്കുക. അതിന് ശേഷം 1 മണിക്കൂറാണ് കേട്ടോ എടുത്തു വെക്കേണ്ടത്. അത് വലിയ ചിക്കൻ ആണെങ്കിൽ 1 മണിക്കൂർ, അല്ലെങ്കിൽ അരമണിക്കൂറൊക്കെ മതി. അതേപോലെ തന്നെ 3 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അത് 2 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ശേഷം ഒരു സാലഡ് ഉണ്ടാക്കുന്നുണ്ട്. കുക്കമ്പർ, സവാള, പച്ചമുളക്, മല്ലിച്ചപ്പ്, കല്ലുപ്പ്, അതൊക്കെ കൂടി നന്നായി 2 ടേബിൾ സ്പൂൺ തൈര് നന്നായിട്ട് തിരുമ്പിയതിന് ശേഷം നമ്മൾ ഒരു മണിക്കൂറൊക്കെ എടുത്ത് വെച്ചിട്ട് കഴിക്കുകയാണെന്ന് വെച്ചെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. കല്ലുപ്പാണ് അതിൻ്റെ പ്രത്യേകത. നന്നായി തിരുമ്പിയിട്ട് വെക്കുകയാണെന്ന് വെച്ചെങ്കിൽ നല്ല ടേസ്റ്റാണ്. മല്ലിച്ചപ്പ് കൂടുതൽ ഇട്ട് കൊടുക്കണം. അതിന് ശേഷം നമ്മൾ മാഗ്നേഷൻ ചെയ്ത് വെച്ച ചിക്കന് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് വെന്തതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കുക. ഈ ചിക്കനിലേക്ക് ഒരു മസാല ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, ഓയിൽ. എന്നിട്ട് നന്നായി മിക്സ് ആക്കിയതിന് ശേഷം ഇതിൽ നിന്ന് ചിക്കൻ എടുത്തിട്ട് അതിലേക്ക് തേച്ച് കൊടുക്കുക. എന്നിട്ടൊരു ഫ്രൈ പാൻ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ചൂടാക്കി കൊടുക്കട്ടോ. ഇതേപോലെ ചിക്കൻ ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ മന്തിയിലേക്ക്. അപ്പോൾ നമ്മൾ ഫുഡ് കളറൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് ആ ഗ്രേവിയിലേക്ക് നമ്മൾ എടുത്തു വെച്ച അരി ഇട്ട് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. അത് നല്ലതാണ് കേട്ടോ. അരി സോഫ്റ്റ് ആവാൻ നല്ല ഇതാണ് ചോറിലേക്ക്. അതേപോലെ തന്നെ 2 മണിക്കൂർ തന്നെ മന്തി വെക്കുമ്പോൾ നമ്മൾ അരി വെള്ളത്തിലിട്ട് വെക്കണം, എന്നെങ്കിലാണ് ചോറ് സോഫ്റ്റ് ആവുള്ളൂ. അതേപോലെ തിളച്ച വെള്ളം, ചൂടായ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടെ. ഈ അരിയുടെ അര ഇഞ്ച് മുകളിലായിട്ട് വെള്ളം നിൽക്കണം. അപ്പോൾ വെള്ളം അരിയും കൂടി നല്ല വെന്ത് കിട്ടുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അത് അറിയില്ല എന്ന് വെച്ചാൽ ഊറ്റി ഇട്ടാലും മതി കേട്ടോ. അതിന് ശേഷം ഒരു ലെമൺ മുറിച്ചിട്ട് കൊടുക്കുക, ഒരു ഡ്രൈ ലെമണും കൂടി ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഒരു 30 മിനിറ്റ് ദമ്മിട്ട് വെക്കുക. നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഇത് നമ്മൾ എടുത്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. വെള്ളമൊക്കെ വറ്റി വന്നതിന് ശേഷം ഒന്ന് ചൂടാക്കിയ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ ചിക്കൻ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളിത് കഴിച്ചിട്ട് ഇതേപോലെ മന്തി വെച്ചിട്ടൊന്ന് കമൻറ്റ് പറയണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ചിരട്ടയുടെ കണലാണിച്ചെങ്കിൽ ഏറ്റവും നല്ലത് ഇതിലിട്ട് കൊടുക്കാൻ കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഒരു കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ദമ്മിട്ട് 30 മിനിറ്റ് ദമ്മിട്ട് വെക്കണം. അതിന് നമ്മൾ ആദ്യം ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഒരു കേട് വന്ന പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മീതെ ദമ്മിട്ട് വെക്കുകയാണെന്ന് വെച്ചെങ്കിൽ നമ്മൾ അടി പിടിക്കണ ഒരു പ്രശ്നവും ഉണ്ടാവില്ല കേട്ടോ. അതുപോലെയാണ് ഞാൻ ദമ്മിട്ട് വെക്കൽ. ബിരിയാണി ആണെങ്കിലും അങ്ങനെ തന്നെ. ഇതേപോലെ അടുപ്പിലാണെന്ന് വെച്ചെങ്കിൽ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് കണൽ കോരിയിടാം. ഇത് ഗ്യാസുമേലാകുമ്പോൾ നന്നായി വെന്ത് കിട്ടണമെങ്കിൽ ഇതേപോലെ ചെയ്താൽ അടിയിൽ പിടിക്കൊന്നുമില്ല. നന്നായിട്ട് ചോറ് നല്ല സോഫ്റ്റായിട്ട് തന്നെ വെന്ത് കിട്ടും. അപ്പം നമ്മുടെ മന്തി റെഡി ആയിക്കണ്. അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾ ചെയ്തിട്ട് കമൻറ്റ് പറയണം. ഇന്നത്തെ ഞങ്ങളുടെ റെസിപ്പി മന്തിയാണ്.
നിങ്ങൾ ഇതേപോലെ ചെയ്ത് നോക്കിയിട്ടൊന്ന് കമൻറ്റ് പറയട്ടോ. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അസ്സലാമു അലൈക്കും. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.